ഗുഡ് മോർണിംഗ് കീർത്തി സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് നമ്മുടെ പടക്കളം ആലപ്പുഴയിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഓരോ പ്രദേശത്തൂടെയും കടന്നു പോകുമ്പോൾ സ്ഥാനാർത്ഥികളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് കീർത്തി പറഞ്ഞ പോലെ നമുക്ക് വേഗത്തിൽ ശ്രീ എം ആരിഫിലേക്ക് വരാം. ശ്രീ ആരിഫ്, തെരഞ്ഞെടുപ്പിൻ്റെ രാവിലത്തെ തിരക്കുകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പുള്ളൊരു ചെറിയ സംസാരമാണിത്. 2019 മത്സരിക്കുമ്പോൾ താങ്കൾ അരൂർ MLA എന്ന നിലയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മത്സരരംഗത്തേക്ക് പോകുമ്പോൾ വ്യക്തിപരമായി താങ്കൾ കാണുന്ന ഒരു മാറ്റം എന്താണ്, പ്രത്യേകത എന്താണ്, എന്നാൽ അത്യാവശ്യം ബുദ്ധിമുട്ടും എന്താണ്? അല്ല, ഞാൻ 2019 ഞാൻ മത്സരിക്കുന്ന സമയത്ത് അരൂർ മുതൽ ഒരു ആലപ്പുഴ വരെയൊക്കെ മാക്സിമം ഒരു വ്യക്തിബന്ധങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ 2019 പൊളിറ്റിക്സ് വേറെ ഉണ്ടായിരുന്നു. BJPക്ക് ബദൽ UDF ആണ്, കോൺഗ്രസ് ആണ്, ഇപ്പം പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ, അത് കേരളത്തിൽ നിന്നുണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രചരണങ്ങളൊക്കെ വോട്ടർമാരെ വല്ലാതെ സ്വാധീനിച്ചു. പിന്നെ അരൂരിലൊരു സ്നേഹപ്പാര വർക്കൗട്ട് ചെയ്തു. സ്നേഹപ്പാര, അതായത് ഇത്രയും നല്ലൊരു MLA ഇനി വിട്ടുകളഞ്ഞാൽ ഇതുപോലൊരു MLA കിട്ടാനേ പോകുന്നില്ല എന്ന് ശത്രുക്കൾ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് എന്തായാലും നല്ലൊരു MLA ഉണ്ട്, ഇനി നല്ലൊരു MP കൂടെ കിട്ടിയാൽ മതിയല്ലോ. ഇത് ഞാനവിടെ വിട്ടു പോകുന്നത്, ഇത് എന്നെ മാത്രമല്ല, എന്നെപ്പോലെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ MLA മാരുടെ പ്രദീപിന് ഇതിനേക്കാൾ വലിയ പണി കിട്ടി. അങ്ങനെ കോഴിക്കോട്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് താരതമ്യം എനിക്ക് പ്രദീപൊക്കെ 10,000 പുറകെ പോയി. അപ്പോൾ കുറച്ചുകൂടെ നല്ല MLA ആണെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പ്രദീപ് കുമാർ കേൾക്കണ്ട. അല്ല, പ്രദീപ് ഏറ്റവും നല്ല MLA. ഇത് പ്രദീപ് ഞാൻ നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ വീണ ജോർജിനായാലും പിന്നെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറിനുമൊക്കെ ഇത് ചിറ്റയത്തിനും ഒക്കെ ഇത് ബാധിച്ചാണ്. കാര്യം നല്ല MLA വിട്ടുകളായിരുന്നു. ഇതിനാണ് സ്നേഹപ്പാര എന്ന് പറയുന്നത്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു ഫാക്ടർ കേരളം ഒട്ടാകെ വർക്കൗട്ട് ചെയ്തു. 52 സീറ്റ് മാത്രം കിട്ടിയ ഒരു പാർട്ടിയാണ്. മാക്സിമം 52-അപ്പുറം പോകത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 272 മറികടന്ന് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന പ്രചരണം കഴിഞ്ഞ തവണ നടത്തിയത്. ഇത്തവണയും പല സർവേകളിലും 52 പോലും കിട്ടത്തില്ല എന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തവണയും സെയിം തന്ത്രം പറ്റുന്നത്. ഞങ്ങൾ അധികാരത്തിലാകാൻ പോണു, കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ പോണു. കേന്ദ്രമന്ത്രി അദ്ദേഹം 2 തവണ സഹമന്ത്രിയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. തീരദേശ ജനത ഇന്ന് അനുഭവിക്കുന്ന വീട് വയ്ക്കാനുള്ള അടക്കമുള്ള ബുദ്ധിമുട്ടുകൾക്ക് CRZ-ന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ്. എന്ത് പ്രയോജനം ഉണ്ടായെന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാ ഇതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ ആ സമയത്ത് കുറച്ച് മീഡിയ സപ്പോർട്ടോടുകൂടി കുറച്ച് അഭ്യാസങ്ങളെല്ലാം കാണിച്ച് ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇലക്ഷനിൽ തൽക്കാലം ജയിച്ചു പോവുക. അടുത്താകുമ്പോൾ വീണ്ടും അതേ തന്ത്രങ്ങൾ പയറ്റുന്നു എന്നല്ല. അത് പറയുമ്പോൾ അദ്ദേഹം ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് KC വേണുഗോപാൽ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ ഈ മണ്ഡലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇടതുമുന്നണി പ്രവർത്തകരടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, പല വികസന പരിപാടികളും ഏതാണ്ട് സ്തംഭിച്ചു പോയത്. അപ്പം ഞാൻ ചോദിക്കുക, അങ്ങനെ എന്താണ് സ്തംഭിച്ചതെന്ന് വെച്ചാൽ അവർ ആദ്യം നേരെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം പറയും. ഏതാണ്ട് 40 വർഷക്കാലത്തിൻ്റെ ഒരു കാലപ്പഴക്കമുള്ളത് പൂർത്തീകരിച്ചത് ഈ കാലത്താണ് എന്ന് പറഞ്ഞു. അന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചതിനെക്കുറിച്ചൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. അപ്പോൾ മുടങ്ങിപ്പോയ വികസനത്തെ പുനരുജ്ജീവിപ്പിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന നിലയിൽ പറയുന്നത് കേട്ടു. ഇടതുമുന്നണി പ്രവർത്തകരടക്കം പ്രചരണ രംഗത്ത് വെക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? അല്ല, ഞാൻ ഇപ്പോൾ 2019 ഞാൻ വരുമ്പോൾ അതിന് മുമ്പുള്ള ഒരു 1.5 വർഷക്കാലം ഇവിടുത്തെ എന്താ പറയുക, സേവ് ആലപ്പുഴ പ്രോഗ്രാം, അതുപോലെ തന്നെ ബൈപ്പാസ് വേണ്ട സംഘടനകൾ, അങ്ങനെ ഒരുപാട് ആക്ഷൻ കൗൺസിലൊക്കെ ഒരുപാട് കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി. അവരെല്ലാം 1.5 കൊല്ലക്കാലം സജീവമായ സമരത്തിലായിരുന്നു ബൈപ്പാസ് പൂർത്തീകരിക്കണം. തർക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റെയിൽവേ മേൽപ്പാലങ്ങളാണ്. 2 റെയിൽവേ മേൽപ്പാലങ്ങൾ, അതായത് ഒന്ന് കുതിരപ്പന്തിയിലും മറ്റൊന്ന് മാളികമുക്കിലും. ഈ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലാറ്റ്ഫോം, അതിൻ്റെ ഗർഡറുകൾ വയ്ക്കാനുള്ള പ്ലാറ്റ്ഫോം റെയിൽവേയുടെ അളവ് പ്രകാരമല്ല എന്ന നിലയിലാണ് വന്നത്. അപ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ റെയിൽവേ ബോർഡുമായി ബന്ധപ്പെട്ടിരുന്ന് നടന്നു പോയേനെ. പക്ഷേ ഒരു ചെറുവിരൽ പോലും അന്നത്തെ MP അനക്കിയില്ല, അതവിടെ കിടന്നു. അപ്പം ഇത്രയും പ്രക്ഷോഭങ്ങൾ ആലപ്പുഴയിൽ ഉയർന്നു വന്നപ്പോഴും ഇദ്ദേഹം അനങ്ങിയില്ല. ഞാൻ വന്നു കഴിഞ്ഞ് ഇത് എന്തായാലും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആദ്യത്തെ എൻ്റെ അജണ്ട ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. ഞാൻ പോയി റെയിൽവേ ബോർഡിൽ പോന്നു, ചെയർമാനെ കണ്ടു. ചെയർമാൻ ഉടനെ തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങിനെ വിളിച്ചു വരുത്തി
അവരോട് പറഞ്ഞു നിങ്ങൾ ആലപ്പുഴയിൽ പോയി നോക്കുക എം പിക്ക് സൗകര്യമായ ഡേറ്റിൽ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അന്നത്തെ മന്ത്രി സഖാവ് ജി സുധാകരനെ കൂടി വിളിച്ച് ഇരുത്തി, ഉദ്യോഗസ്ഥന്മാരും കൂടി ഇരുത്തി ഈ ആലപ്പുഴ റെസ്റ്റ് ഹൗസിലിരുത്തി ചർച്ച ചെയ്തിട്ട് സമാന സ്വഭാവമുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ചതെന്നുള്ള എക്സ്പീരിയൻസ് എടുത്ത് അങ്ങനെ ഇവർ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് യാഥാർത്ഥ്യമാക്കിയത്. ഇവർ പരസ്പരം തർക്കിച്ച് ചെന്നൈ ഐറ്റിക്ക് പോകുന്നു, അത് കഴിഞ്ഞ് കോടതിയിൽ പോകുന്നു. ഈ തർക്കം വ്യവഹാരങ്ങളിലേക്ക് പോയാൽ അത് അനന്തമായി പോകുമായിരുന്നു. ആ അനന്തമായി പോകാം, അല്ലാതെ ഞാൻ പണിതാണെന്നുള്ള അവകാശമൊന്നും എനിക്കില്ല. അത് എൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് പോകുന്നത് പിന്നെ പിണറായി സർക്കാരിനാണ്, ജി സുധാകരനാണ്. അല്ലാതെ എനിക്ക് എൻ്റെ പണിതതിൻ്റെ യാതൊരു ക്രെഡിറ്റും ഞാൻ അവകാശപ്പെടുന്നു. പക്ഷേ ഈ തർക്കം നീണ്ടുപോയി അനന്തമായി ബൈപ്പാസ് ഉപയോഗിക്കാൻ പറ്റാതെ വരുമായിരുന്നു ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ. അതാണ് എൻ്റെ അങ്ങനെ വൈകിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആര് പേറണമെന്നൊരു പ്രശ്നമുണ്ടല്ലോ. വൈകിപ്പിച്ചതിൻ്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസിൽ നമുക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പല വഴികളിലൂടെ പല ശ്രമങ്ങൾ അന്ന് ജി സുധാകരൻ. അത് പറയുമ്പോൾ ആരിഫ്, കേരളത്തെ സംബന്ധിച്ച് വിശേഷിച്ച് ആലപ്പുഴയെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ അഭിമാനകരമായി പറയാവുന്ന ഒരു കാലം കേന്ദ്ര ഭരണത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ AK ആൻ്റണി, അതുപോലെ ശ്രീ വയലാർ രവി, അതുപോലെ ശ്രീ KC വേണുഗോപാൽ, ശ്രീ കൊടിക്കുന്നിൽ അടക്കമുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാരായിരുന്ന ഒരു ദീർഘകാലം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നല്ലോ. അതെ, ആ ദീർഘകാലയളവിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്ത് സമ്മാനിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. 40-45 വർഷക്കാലമായി നമ്മുടെ തീരദേശ റെയിൽവേ വന്നിട്ട് നാളിതുവരെയുള്ള MP മാരുടെ എല്ലാ ശ്രമഫലമായി പാത ഇരട്ടിപ്പിക്കൽ കായംകുളത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹരിപ്പാട് വന്ന് കിടക്കുകയാണ്. ഞാൻ വരുമ്പോൾ ഹരിപ്പാട് ടു അമ്പലപ്പുഴ ആക്കുക എന്നുള്ള ജോലിയാണ് എൻ്റെ ആദ്യ ഘട്ടം. അത് പൂർത്തീകരിച്ചു. പക്ഷേ അമ്പലപ്പുഴ ടു എറണാകുളമുണ്ട്. ഇത് തീരദേശ റെയിൽവേ ഡബ്ലിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ BJP ഗവൺമെൻറ് പോളിസി എന്ന് പറഞ്ഞാൽ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സ്ഥലമെടുത്ത് നൽകിയാൽ മാത്രമേ അവർ ഡബ്ലിംഗ് നടത്തൂ. അത് ആ പോളിസി മാറ്റർ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പീയൂഷ് ഗോയൽ മന്ത്രിയായാലും മറ്റേ അശ്വിനി വൈഷ്ണവ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഒരൊറ്റ പോയിൻ്റാണ്. യു മീറ്റ് മിസ്റ്റർ പിണറായി, യു ആസ്ക് മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞ് ടേക്കിംഗ് ഇനിഷ്യേറ്റ് ഫോർ ദി ലാൻഡ് അക്വിസിഷൻ, വി വിൽ ഡു ഫോർ ഡബ്ലിംഗ്, ബട്ട് ലാൻഡ് അക്വയർ ചെയ്ത് തരണം. ഇതാണ് അവരുടെ ഒറ്റ ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡിൽ വെച്ച് നോക്കിയപ്പോൾ ഇനി അത് നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഒരു 10-15 പ്രാവശ്യം സബ്മിഷനും അതും എല്ലാമായിട്ട് പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇനി ഈ വഴി പോയിട്ട് സഞ്ചരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദക്ഷിണമേഖല ജനറൽ മാനേജരായിരുന്ന ഒരു കരുവാറ്റക്കാരനൊരാൾ വന്നു, മലയാളി. അവിടെ പിടിച്ചു. അദ്ദേഹം ഒരു നല്ല ഉഗ്രൻ റിപ്പോർട്ട്, ഒരു ഷാജി സക്കറിയ എന്ന് പറഞ്ഞ CEO ഉണ്ടായിരുന്നു, അദ്ദേഹം കൂടി ചേർന്ന് നല്ല റിപ്പോർട്ട് ഉണ്ടാക്കി. ആലപ്പുഴ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, കോട്ടയം റൂട്ട് പിന്നെ അടച്ചിടുമ്പോൾ ആൾട്ടർനേറ്റ് റൂട്ടാണ്, അതുപോലെ തന്നെ ഹരിപ്പാട് നിന്ന് അമ്പലപ്പുഴ വരെ വന്ന് വർക്ക് ചെയ്തിട്ടിരിക്കുന്നു, അത് വേസ്റ്റാവും. ഇങ്ങനെ ഒരു 10 കാരണങ്ങൾ ഉണ്ടാക്കി ആ റിപ്പോർട്ടുമായിട്ട് നേരെ ബോർഡിൽ പോയി. ബോർഡ് അത് അപ്രൂവ് ചെയ്തു. എന്നപ്പോൾ ബോർഡ് അപ്രൂവ് ചെയ്തപ്പോൾ ഇച്ചിരി എമൗണ്ട് കൂടുതലാണ്, 2600 കോടി ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ വരെ കാണണം. അപ്പോൾ നീതി ആയോഗിനെ അയച്ചു. പ്രൈം മിനിസ്റ്റർ കാണേണ്ട ഫയലെല്ലാം നീതി ആയോഗ് കാണണം. നീതി ആയോഗിൻ്റെ 3 CEO മാരെ പോയി കണ്ടു. ആ 3 CEO മാർ മാറി മാറി വന്നു. അമിതാഭ് കാന്ത് വന്നു, പിന്നെ ഒരു 2 പേര് കൂടെ വന്നു. അവരെല്ലാം പോയി കണ്ടു. അവരെല്ലാം പോയി അവരുടെ സത്യം പറയാൻ നമ്മൾ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, നടന്ന് ചെരുപ്പ് തേഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ചെരുപ്പ് തേഞ്ഞാണത്. അത് അപ്രൂവ് ചെയ്ത് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചു, ലാൻഡ് അക്വിസിഷൻ ആരംഭിച്ചു. ഡബ്ലിംഗ് എന്തായാലും 2 കൊല്ലത്തിനകം പൂർത്തിയാകും. നമ്മുടെ അതുകൊണ്ട് തീരദേശ റെയിൽവേയുടെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട, ഡബ്ലിങ്ങിലേക്ക് മുമ്പ് ഇരട്ട പാത എന്നുള്ളത് വരികയാണ്. അത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ അത് പിന്നെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ ഏത് മാർഗത്തിലൂടെ. അതിനാണ് ഈ നാട്ടുകാർ സൈബർ സ്പേസിൽ പറഞ്ഞ കനലൊരു തരിമതിയെന്ന്. കനലൊരു തരിമതി 19ൻ്റെ അവസ്ഥ അതല്ല, അത് വേറെയാണ്. അത് കാര്യം ഞാൻ ഒന്ന് സാന്ദർഭികമായി ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്തതാണ്. ഒരു ഭാഗത്ത് കളിയാക്കാനും ഒരു ഭാഗത്ത് പിന്നെ ആശ്വസിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. 19 മുതൽ കേൾക്കുന്നതാണ് അത്. പക്ഷേ പാർലമെൻറ്റിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതാണ് NIA ഭേദഗതി ബില്ല്. ആ ബില്ലിൻ്റെ അവതരണ വേളയിൽ കൂടുതൽ NIAക്ക് അധികാരം നൽകുന്നൊരു ഭേദഗതിയാണ് വന്നത്. കൂടുതൽ ഏതൊരു സ്റ്റേഷനിലിരിക്കുന്ന കേസും എപ്പോൾ വേണമെങ്കിലും NIAക്ക് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്നതിൻ്റെ വസ്തുവകൾ വരെ കണ്ടെത്താൻ ഒക്കെ ഉള്ളത്. അതുപോലെ ധാരാളം പേരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു വകുപ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ ഭേദഗതി അംഗീകരിച്ചാൽ കൂടുതൽ അതായത് ഭാവിയിലേക്ക് കരുതി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. ഇന്ത്യ കൺവെർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്.